അതിൽ ഓം വിവേകചൂടാമണിയിൽ സത്വഗുണം എന്നുള്ളത് ഒരു ശ്ലോകം കഴിഞ്ഞതായി പറഞ്ഞു. മിശ്രസ്യ സത്വസ്യ ഭവന്തി ധർമാഃ. ശുദ്ധസത്വമായി കഴിഞ്ഞാൽ ധർമാധർമ്മങ്ങളുണ്ട്. അപ്പോൾ മിശ്രസ്യ സത്വസ്യ സദാവർത്തമാനമാർഗുന്ന മിശ്രമാർഗനാണ്. അത് ധർമ്മങ്ങളുണ്ട്, പുണ്യം പാപമുണ്ട്, സുഖം ദുഃഖമുണ്ട്. മാത്രമല്ല സുഖദുഃഖാത്മകമായിട്ടുള്ളത്. മിശ്രസ്യ സത്വസ്യ ഭവന്തി ധർമ്മ. സത്വ തമാനിതാദ്യ നിയമ യമാദ്യാഃ മാനിതാദ്യാഃ മിശ്രസ്യ സത്വസ്യ ഭവന്തി ധർമ്മ. മിശ്രമായ സത്വത്തിന് ധർമ്മധർമ്മങ്ങളുണ്ട്. സത്വ അഭിമാനാദികൾ. ഇപ്പം ആനിരാധ്യ നിയമ യമാദ്യാഃ നിയമങ്ങളിലെടുത്ത് യമനിയമ ആസന പ്രാണായാമം പ്രത്യാഹാരാദികളെടുത്ത് നിയമ യമാദ്യാഃ ശ്രദ്ധാച ഭക്തി ഇഷ്ട. ശ്രദ്ധ എന്നെടുക്കുന്നത് ഭക്തി ഇருக்கு. മുമുക്ഷുദാച മോക്ഷേച്ഛ എന്നുള്ളത് അത് എല്ലാവർക്കും ഇരിക്കുന്നത്. ദൈവീജ സമ്പത്തി സരൻ നിവൃത്തി. ദൈവസമ്പത്തിന് യാചാദികൾ ഇഷ്ടാദികളാണ് കിടക്കുന്നത്. ഇഷ്ടാപോർത്ത് ഫലം നൽകുന്നത്, സ്വർഗാദി ഫലം നൽകുന്നത്. ശ്രദ്ധാച ഭക്തിശ്ച മുമുക്ഷുദാച. ശ്രദ്ധാഭക്തി മുമുക്ഷുദ മോക്ഷേച്ഛ എന്നുള്ളത്. ദൈവീജ സമ്പത്തിരസ അസന്നിവൃത്തി സത് നിവൃത്തി. അസന്നിവൃത്തി എന്നുള്ളത്. മിശ്രസ്യ സത്വസ്യ ഭവന്തി ധർമ്മ. അമാനിതാധ്യ മാനത അഭിമാനത ഇല്ലാമ അമാനിത. പതിയാളം നിൽക്കുന്ന എണ്ണമല്ല എല്ലാവരും ഇരിക്കുന്ന അവസ്ഥയാണത്. മിശ്രസ്യ സത്വസ്യ ഭവന്തി ധർമാഃ. മിശ്രമായിരുമ്പോൾ ധർമാധർമ്മങ്ങളിൽ നിന്ന് സുഖദുഃഖങ്ങളിൽ നിന്ന് ദുഃഖം നിൽക്കേണ്ട അവസ്ഥ പ്രത്യക്ഷാദിക്രമമാണ്. എഴുതിയിട്ടും സന്നിവേഷം മാത്രം ഗോചരത്വം നൽകുന്നത്. അമാനിത നിയമായ മാദ്യ. നിയമം യമം നിൽക്കുന്നത് വിദ്യയിലൂടെ തെരഞ്ഞെടുക്കും. സമരമാതി എവിടെ എത്തിയിരിക്കണം. അണിമാമഹിമാതിന്മാരെ മാത്രത്തെ പ്രാധാന്യ ശാന്തിയായിട്ടും ശ്രദ്ധാജഭക്തി ഗുരുവിന്റെ ശ്രദ്ധ വിത്പത്തി കൊണ്ട് ഏർപ്പെടുത്തുന്നത്. ഭക്തി ജ്ഞാനായ ജ്ഞാന സംബന്ധിയായ സഗുണോപാസന ഫലമായിട്ടുണ്ടാകുന്നത്. ശ്രദ്ധാജഭക്തിശ്ച മുമുക്ഷുദാച ദേവേക സമ്പത്തി അസന്നിവൃത്തി. സത് നിവൃത്തി മാർഗം എന്നുള്ളത് പ്രവൃത്തി മാർഗം എന്നുള്ളത്. ദേവമാർഗം അഗ്നിമാർഗം നിവൃത്തി മാർഗം. അത് ദേവമാർഗം അപ്സരാദികളും ക്രമമുക്തിയുണ്ട്. അപ്സരാദി മാർഗം വന്നു കഴിഞ്ഞാൽ ആത്മജ്ഞാനം സമാധാനം. ആത്മജ്ഞാനം എന്നുള്ളത് പല പ്രകാരത്തിൽ വഴികാട്ടിയിട്ടുണ്ട്. അതായത് ഇതെല്ലാം പ്രേരണകരമാണ്. പ്രേരണ എന്നത് പൂർവോഷ സജ്ജമായ രൂപമല്ല. എന്നാൽ അത് അറിവ് എന്നുള്ളത് തെളിവാകും. ആ തെളിവാകുന്നുണ്ട്. അസന്നിവൃത്തി സൻവർത്തമാനമായത് അവിദ്യാസ് നിവൃത്തിയാകും. അത് മുക്തി എന്ന് പറയും. ആ മുക്തി ക്രമത്തിലുണ്ടായിരിക്കും. ബ്രഹ്മലോകത്ത് പോയി ബ്രഹ്മാവിന്റെ ചെയ്തും വിദ്യ പഠിക്കുക എന്നതാണ് അവസ്ഥ. ആ ബ്രഹ്മലോകത്തേക്ക് എല്ലാവർക്കും പോകാൻ പറ്റില്ല. അത് സത്വഗുണ പരിപൂർണമായിരിക്കും. വിദ്യ അറിഞ്ഞിരിക്കണം. ആത്മവിദ്യ അറിയാത്തവർക്ക് അവിടെ പോകാൻ പറ്റില്ല. മിശ്രസ്യ സത്വസ്യ ഭവന്തി ധർമ്മ. അമാനിതാദ്യ നിയമായമാദ്യ. അമാനിത അദംഭിത്വ. ദമ്പമില്ലാമത്, നാണമില്ലാമത്, അഭിമാനം രണ്ടാമതില്ല. അതായത് ഉപാധി ഇല്ലാണ്ടിരിക്കുക എന്നുള്ളത്. ഇന്ദ്രിയങ്ങൾക്കല്ല കർത്തൃത്വമുള്ളത്, ജീവൻ തന്നെയാണ് കർത്തൃത്വമുള്ളത്. അത് ജീവകർത്തൃത്വം പരമേശ്വര ഉപാധി നിമിത്തമായിട്ടുള്ളതാണ്. പരമേശ്വര അവരുടെ അവസ്ഥയിൽ അവസ്ഥിതമായ പൊസിഷനാണ് നിലവിലുകൊണ്ടിരിക്കുക. ശ്രദ്ധാജഭക്തിശ്ച മുമുക്ഷുദാച. പ്രതിപതികാരൂപ ശ്രദ്ധാന്തരേ ധ്യാനം നൽകുന്നത്. മഹാഭൂതങ്ങളുടെയാണ് സൃഷ്ടി
ശ്രുതിവിരോധമില്ലാതെ മനസ്സിലാക്കുന്ന പോലെയുള്ള മനസ്സിലാക്കലാണ് ശ്രദ്ധ, ഭക്തി, മുക്ഷുത. മോക്ഷയച്ചാന്നതിൻ്റെ മോക്ഷസ്വരൂപം അറിയുന്നത് ദേവീസമ്പത്ത്, ദേവസമ്പത്ത് ഏർപ്പെടുന്ന സമയത്ത് അത് ആത്മസമ്പത്താണ് കാരണമാകുന്നു. ഇല്ലെങ്കിൽ തന്നെ ജലം എന്നുള്ളത് ജായതേ വിദ്യത എല്ലാം ഉണ്ടാവും, ഉണ്ടാവുന്നതായിരിക്കും മാത്രം ഉണ്ടാവുകയാണ്. വിശുദ്ധസത്വസ്യ ഗുണപ്രസാദാഹ. ഇനി വിശുദ്ധസത്വനാക്കി വിശേഷണത്തിൽ ചിന്താക്കില്ല പറയുന്നു. ഗുണപ്രസാദ, പ്രസാദ ഗുണങ്ങളുണ്ടാവും. സ്വാത്മാനുഭൂതി, ആത്മാനുഭവം നിലനിൽണ്ടാവും. ആത്മാനുഭവം നിലനിൽണ്ടാവും. പരാപ്രശാന്തി, ആത്മാനുഭവം ரொம்ப ശാന്തിയായിരിക്കും. ശാന്തമാണ് മനസ്സ് ഏർപ്പെടും. ഇവിടെ എങ്ങനെയാണ് ശാന്തമായ മനസ്സ് ഏർപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മദേവസ്വാമിയുടെ മുഖം ഭാവി ജാഗ്രതകൾ പറഞ്ഞപോലെ ലോകം എല്ലാവരും വശീകരിക്കപ്പെടുന്നുണ്ട്. ലോകം എല്ലാവരും ആദരിക്കപ്പെടുന്നുണ്ട്. ശോഭിക്കേണ്ട അവസ്ഥയിൽ ഉണ്ടായിത്തീരുന്നുണ്ടാണ് ആത്മശുദ്ധാളായ അവസ്ഥ. നിഷ്പ്രഹം ജഗതിന്റെ അർത്ഥത്തിൽ ആരോടും പ്രതീക്ഷിക്കുന്നില്ല നിലയായത് ഗൗരവമില്ല, കാണാവുന്നു, ഒന്നു ചേർന്നില്ലായിരിക്കും. വിശുദ്ധസത്വസ്യ ഗുണപ്രസാദ സ്വാത്മാനുഭൂതി പരമാ പ്രശാന്തി. ആത്മാനുഭവമില്ല വലിയ ശാന്തിയാണ്. സ്വരൂപം ഇതാണ് കാര്യസ്വരൂപം, ഇത് കാരണസ്വരൂപമാണ്. ഈ കാരണസ്വരൂപമാണ് ഈ കാര്യസ്വരൂപത്തിൽ അറിയുക. തൃപ്തി ഏർപ്പെടും. അത് വലിയ ഹർഷമാണ്, സന്തോഷമാണ്. തൃപ്തി ഉണ്ടാകുന്നില്ല എന്നതിന്റെ വലിയ ദുഃഖത്തിന് കാരണം. പരമാത്മനിഷ്ഠ, അത് പരമായ ആത്മാവിലെ നിഷ്ഠയാണ് തൃപ്തി എന്നുള്ളത്. അത് പ്രകൃഷ്ടമായ ഹർഷമാണ്. ആത്മവിചാരം ചെയ്യുക, വേദാന്ത വിചാരം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത് ശരിയാവും. എപ്പോഴും വലിയ ആനന്ദത്തിലാണ് ഉണ്ടാകുന്നത്. പരമാത്മനിഷ്ഠ യാ സദാനന്ദരസം സമൃദ്ധതി. ആനന്ദരസം എന്നുള്ളത് അവനാണ് സന്തോഷപ്പെടുത്തുന്നത്. അക്ഷതി അർച്ചിക്കപ്പെടുന്ന ആനന്ദമുണ്ട്. അത് പൂർണ്ണമായ ആനന്ദത്തെ വഴികാട്ടുന്നു. പൂർണ്ണമായ ശാന്തി, സത്വത്തിന്റെ വിശേഷമാണത്. വിശുദ്ധസത്വസ്യ ഗുണപ്രസാദ സ്വാത്മാനുഭൂതി പരമാ പ്രശാന്തി. സ്വാത്മാനുഭവമാണ് പരമമായ ശാന്തി. ഗുണപ്രസാദമായ ഗുണപ്രസന്നതാണ്. ഗുണത്തെ തെളിവായി മനസ്സിലാക്കുന്നത്. ആത്മഗുണത്തിന്റെ പര്യാപ്തി, പരിച്ഛിന്നത മനസ്സിലാക്കുന്നു. അത് പരമ ആനന്ദത്തിന് കാരണമാണ്. തൃപ്തി പ്രഹർഷ പരമാത്മനിഷ്ഠ. പരമാത്മനിഷ്ഠയാണ് തൃപ്തിക്ക് കാരണം. അതാണ് പ്രഹർഷമാണ് സന്തോഷത്തിന് കാരണം. പരമാത്മനിഷ്ഠ എല്ലാറ്റിലും പരമാത്മാ ഉണ്ടെങ്കിൽ കൂടെ അറിയുന്നില്ല, അറിയുന്നില്ല വിശേഷം. യാ സദാ ആനന്ദരസം സമൃദ്ധതി. ഇതിനാൽ ആനന്ദരസം നിലനിൽക്കുന്നത് അർച്ചിക്കപ്പെടുന്നത് അവനാൽ അവനെ അറിയുന്നതായ സമയത്ത് അവന്റെ പൂർണ്ണത എത്തിപ്പെടുന്നു. ഇനി കാരണശരീരത്തെ പറ്റിയാണ് പറയുന്നത്. അവ്യക്തമേത് ത്രിഗുണേ നിരുക്തം. അവ്യക്തം എന്നുള്ളത് 3 ഗുണങ്ങളാണ് സ്വപ്നദേശത്ത് താമസിക്കുന്നത്. അവ്യക്തത്തിൽ നിന്ന് ഏർപ്പെട്ടാണ് അനവാദം വിത്തർക്കമുണ്ട്. ഇതിന്റെ സന്തുലിതമായ അവസ്ഥയാണ് ആരോഗ്യമായിട്ടുള്ളത്. അവ്യക്തമേത് ത്രിഗുണേ നിരുക്തം തത്കാരണം നാമ ശരീരമാത്മന. അവ്യക്തമേത് ത്രിഗുണേ നിരുക്തം, തേജോപന്ന രൂപം, അതാണ് ത്രിവിക്രമം. അവ്യക്തമേത് ത്രിഗുണേ നിരുക്തം. തേജസ് അപ്പ് അന്നം കൊണ്ടാണ് നിരൂപിക്കപ്പെട്ടത് മഹാഭൂതാദികൾ. അതാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. തത്കാരണം നാമ ശരീരമാത്മന. ആത്മശരീരം എന്ന് പറയും. ആത്മാവിന്റെ പറയുന്നത് നാമശരീരമാത്മന. നാമശരീരം എന്നുള്ളത് ശരീരമല്ല, നാമം അഴിയുന്നില്ല. അതുകൊണ്ട് ശരീരം എന്ന് പറയുമ്പോൾ ഒരു ആകാരമാണ്. ആകാരത്തിന്റെ ആകൃതി അഴിയുന്നില്ല. അപ്പോൾ എന്താണ്? ആകൃതി വിശിഷ്ടമായ ഗുണമാണ് ഉണ്ടാവുന്നത്, നശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്ന ഇന്ദ്രിയങ്ങൾ ഗുണത്തോടെ ചേർന്നിട്ടുള്ള. അപ്പോൾ ജാതി വ്യക്തി ആക്ഷേപത്തിനാണ് കിട്ടുന്ന പറയുന്നത് ആ ജാതി എന്ന ആകൃതിയോടുകൂടി ജ്ഞാനത്തോടുകൂടി നാമത്തോടു കൂടിയിട്ടാണ് ജാത്യാകൃതി വ്യക്തിയാ പദാർത്ഥം. വ്യക്തിത്വം നേരിടുന്ന പദാർത്ഥമാണെന്ന പദാർത്ഥത്തിൽ വരുന്നത്. ആ പദാർത്ഥം എന്ന് പറയുന്ന സമയത്ത്
ജഡരൂപം പടരൂപമായിട്ടുള്ള രൂപത്തില് ജഡരൂപം പടരൂപത്തിലെ അർത്ഥത്തില് അവ്യക്തമേത് ത്രിഗുണേ നിരുക്തം അതിനുള്ളിൽ ശരീരാദികൾ ത്രികരണമുണ്ടായത്. അവ്യക്തമേത് ത്രിഗുണേ നിരുക്തം തത്കാരണം നാമ ശരീരമാത്മന. അവ്യക്ത കാരണമാണ് ശരീരം, ആത്മശരീരം എന്നുള്ളത്, ജീവാത്മശരീരം എന്നുള്ളത്. സുഷുപ്തിരേതസ്യ വിഭക്ത്യവസ്ഥ. സുഷുപ്തി എന്നുള്ളതാണ് വിഭാഗം ചെയ്യപ്പെട്ട ഒരു അവസ്ഥയാണത്, ഉറക്ക് എന്നുള്ളത്. പ്ലീന സർവേന്ദ്രിയ ബുദ്ധിവൃത്തി എല്ലാം ലയിച്ചില്ലാണ്. സർവേന്ദ്രിയ വൃത്തി ലയിച്ചില്ലായ അവസ്ഥയാണ് ഉറക്ക് എന്ന് പറയുന്നത്. ഗൃഹീതം ചക്ഷു മന എല്ലാം ഗ്രഹിക്കപ്പെട്ടു, പ്രാണന മാത്രം ഗ്രഹിക്കപ്പെട്ടില്ല. അതുകൊണ്ട് പ്രാണൻ മുഖ്യമാണ്, ഇന്ദ്രിയങ്ങളുടെ അനുഷ്ഠിയാണ് വേറെ ഇന്ദ്രിയാചരണാദികളിലെല്ലാം തെളിയിക്കുന്നുണ്ട്. അധികരണ വിചാരത്തിൽ ബ്രഹ്മസൂത്രം. അവ്യക്തമേത ത്രിഗുണേ നിരുക്തം. ഈ അവ്യക്തം 3 ഗുണങ്ങൾ കൊണ്ട് നിരൂപിക്കപ്പെടുന്നത് നമുക്ക് സന്നികർഷ വേദ്യയാണ്, പ്രത്യക്ഷ വേദ്യമാണ്. പ്രത്യക്ഷം ബാധിപ്പുണ്ടായിരിക്കുന്ന വ്യവഹാര സത്യമുള്ളതുകൊണ്ട് പ്രമാണവിരോധം ഇല്ല എന്ന് ശാസ്ത്രമുണ്ട്. ചതുർലക്ഷണി. അവ്യക്തമേത ത്രിഗുണേ നിരുക്തം തത്കാരണം നാമ ശരീരമാത്മന. സുഷുപ്തിരേതസ്യ വിഭക്ത്യവസ്ഥ. സുഷുപ്തി എന്ന് എടുക്കുന്നത് ഈ അവസ്ഥകളിൽ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി 3 അവസ്ഥകളാണ്. പ്രളീന സർവേന്ദ്രിയ ബുദ്ധിവൃത്തി. ബുദ്ധിവൃത്തികളുടെ അവസ്ഥയിൽ ലയിക്കുന്നുണ്ട്. കാരണശരീരത്തിൽ ലയിക്കുന്നുണ്ട്. കാര്യശരീരമാണ് കാണുന്നത്. സർവപ്രകാര പ്രമിതി പ്രശാന്തി. എല്ലാ പ്രകാരത്തിലുള്ള പ്രമാണം അറിയുന്ന സമയത്ത് ശാന്തിന്റെ വിശേഷം ഉണ്ടാവുന്നുണ്ട്. ബീജാത്മന അവസ്ഥിതിരേ ബുദ്ധേ. അത് ബീജാത്മന ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ. അതായത് സുഖം ദുഃഖം എന്നുള്ളത്. ബീജാത്മത്വം പോയി കഴിഞ്ഞാൽ പ്രത്യക്ഷാത്മത്വം പോയി, സുഖാധീനിൽ പോയി, സുഖദുഃഖം എന്നുള്ളതും പോയി പോകുന്നു. സർവപ്രകാര പ്രമിതി പ്രശാന്തി. എല്ലാ പ്രകാരത്തിലും പ്രമാന്നുള്ളതും ശാന്തി എന്നുള്ളതും ബീജാത്മനാവസ്ഥിതിരേ ബുദ്ധേ. ബുദ്ധി ബീജാത്മന ഉള്ളതുകൊണ്ടാണ്. ബുദ്ധി ബീജാത്മല്ല ഗുണം എന്നുള്ളത് പോയി കഴിഞ്ഞാൽ 24 ഗുണത്തിൽ അതൊരു ഗുണം. സദ്ഗുണസ്വര തദ്ദേശ പ്രാജ്ഞം എടുത്ത ഗുണം ഈ ഉത്പത്തി സ്ഥിതി ലയനിലായ അവസ്ഥയാണ്. അത് ബുദ്ധിക്കുണ്ട്. ബുദ്ധി നില ഇന്ദ്രിയമാണ്. ഇന്ദ്രിയം പരമാത്മാവിന്റെ കരണമാണ്. പരമാത്മാവിന്റെ ആദേശത്തിനനുസരിച്ച് ജീവാത്മാവിൽ പ്രകടമാകുന്നതാണ്. അപ്പോൾ ആ ആവുന്നത് മുഖ്യ കാരണമായ ഗുണ പ്രാദുർഭാവത്തിന് കാരണമാവുന്ന ഇന്ദ്രിയങ്ങളെ, ബുദ്ധി, മനസാദികൾ. സർവപ്രകാര പ്രമിതി പ്രശാന്തി. എല്ലാ പ്രകാരത്തിലുള്ള ബുദ്ധികളെ കൊണ്ടുണ്ടാവുന്നതായാലും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതും മനസ്സിലാക്കി കഴിഞ്ഞു. സർവപ്രകാര പ്രമിതി പ്രമാണം, പ്രമേയം, പ്രമിതി. പ്രമേയം ഇതാണെന്നും അറിയുന്നതാണ് പ്രമിതി. പ്രമാണത്തിനാൽ അറിയപ്പെടേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രമേയ അഭിന്നമായ താതാത്മ്യത്തെ അറിയുന്ന സമയത്ത് താതാത്മ്യ സ്വരൂപം തത്വമസീനെല്ലാം കൊണ്ട് അറിയുന്നതായ ചിന്മാത്ര സ്വരൂപത്തെ അറിയുന്നു. സർവപ്രകാര പ്രമൃതി പ്രശാന്തി ബീജാത്മനാവസ്ഥിതിരേ ബുദ്ധേ. അത് ബീജാത്മനാ ബുദ്ധിയിൽ ഇരിക്കുന്നിടത്തോളം കാലം സുഖദുഃഖം എന്നുള്ളത് ഭേദം ഉണ്ട്. ആ ഭേദത്തിനാണ് മാറ്റാൻ പറ്റുന്നുള്ളത്. സന്ദേഹം ദേശം കൂടെ ഇല്ലാണ്ട് തെളിയിക്കുന്നു. സർവപ്രകാര പ്രമൃതി പ്രശാന്തി ബീജാത്മനാവസ്ഥിതിരേ ബുദ്ധേ. ബുദ്ധി എന്നുള്ളത് എങ്ങനെയാണ്? ഉറക്കല് എണീപ്പിക്കാനുള്ള ആ ഒരു ചൈതന്യം ജീവൻ എപ്പോഴും ഉറങ്ങുന്നില്ല എന്നുള്ളതുകൊണ്ട്, ആ പ്രാണൻ എപ്പോഴും നശിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട്. അപ്പൊ പ്രാണന്റെ സകലവിധ ഉപാധിയും ബുദ്ധിതത്വത്തിലെ ഗുരുപദേശത്താണ് ലയിക്കുന്നതായ സമയത്ത്, ഗുരുപദേശം കിട്ടിയതിനു ശേഷം അഭ്യാസം ചെയ്ത് കാലക്രമത്തിൽ പ്രാരബ്ധം മാത്രം നിന്നതിന് ശേഷം ആ പ്രാരബ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന അവസ്ഥ. പ്രാരബ്ധ ദശയിൽ തന്നെ നമുക്ക് പൂർണ്ണമായ ആത്മാവിന്റെ സ്വരൂപത്തിന് കല്യാണം കഴിക്കുന്നതിന് മുമ്പേ എന്താ ചെയ്യാൻ പോകുന്നില്ല, അറിവില്ല, പാടില്ല, അറിവാണ്. അത് കഴിഞ്ഞാൽ ഈ അവസ്ഥ വളരെ വളരെ സ്പഷ്ടമാകുന്നു.
സ്പഷ്ടം ഗ്രന്ഥത്തിലും കാണാം. സ്പഷ്ടം എന്ന് പറഞ്ഞാൽ പറയേണ്ടതില്ല എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നു. സർവപ്രകാര പ്രമിതി പ്രശാന്തി ബീജാത്മനാവസ്ഥിതിരേവ ബുദ്ധേ. ബുദ്ധി ബീജാത്മനാണുള്ളത് കൊണ്ടാണ് നമുക്ക് പുണ്യ സ്വഭാവങ്ങളും ധർമാധർമ്മങ്ങളും സുഖദുഃഖങ്ങളും മാറി മാറി വരുന്നത്. ആ ബുദ്ധി അവസ്ഥയും കൂടെ വിട്ടു കഴിഞ്ഞാൽ അത് നിർവിശേഷമായിട്ടുള്ള നിത്യാനന്ദമായിട്ടുള്ള പരമാത്മാവിന്റെ അവസ്ഥയിൽ നമ്മൾ ഇരിക്കുന്നത്. അതിനെ മോക്ഷം എന്ന് പറയുന്നത്. സുഷുപ്തിരേതസ്യ കില പ്രതീതി. സുഷുപ്തിയിൽ അത് പ്രതികരണമാകുന്നു. പ്രതീതി തോന്നുന്നുണ്ട് ഇങ്ങനെയാണ്. സുഷുപ്തി നന്നായിരുന്നു, സുഖമോസത്തുന്ന സാധ്യത നന്നാവാൻ ഒന്നും അറിയുന്നില്ല. പക്ഷെ എല്ലാം അറിയുന്നില്ല അവസ്ഥയാണ്. ആ ബുദ്ധിയുപാധിയും കൂടി പോയി കഴിഞ്ഞാൽ അത് ഇന്ദ്രിയവേദ്യത്വം ആവശ്യമില്ല എന്ന അവസ്ഥ. സർവം അറിയുന്നില്ല. സുഷുപ്തിരേതസ്യ കില പ്രതീതി കിഞ്ചിന്നവേത്മീതി ജഗത് പ്രസിദ്ധേ. സുഷുപ്തിയിൽ ഒന്നും അറിയുന്നില്ല എന്നുള്ളത് ജഗത്തിൽ പ്രസിദ്ധമാണ്. ജഗത് ഈ പരിമിതമായ ജഗത്ത് എന്നുള്ള അവസ്ഥയെ വിട്ടു കഴിഞ്ഞാൽ അപരിമിതമായ ആ ആനന്ദമാണ്, ആദ്യന്തരഹിതമായ അവസ്ഥയാണ്. അത് പ്രമാകരിക്കപ്പെടുകയെന്ന് ഗുരുമുഖമായ പരമ്പരയായിരുന്നു. സർവപ്രകാര പ്രമൃതി പ്രശാന്തി ബീജാത്മനാവസ്ഥിതിരേവ ബുദ്ധേ. സുഷുപ്തിരേതസ്യ പ്രലീന കില പ്രതീതി. സുഷുപ്തിയിൽ പ്രതീതി എന്തെന്ന് മനസ്സിലാവുന്നുണ്ട്. സുഷുപ്തിയെ മനസ്സിലാവുന്നതിന് കണിയില്ല മനസ്സിലായ ശാസ്ത്രത്തിന്. മാതാപിതാക്കളുടെ ശാസ്ത്രം. അതിൽ അച്ഛനും അമ്മയും ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തെല്ലാം അതിനു വേണ്ടി ഉപകാരം ചെയ്യുമോ അത് കാണും ഒരു ശാസ്ത്രം. അഗ്നിയല്ല ചെയ്യുന്നത്. വത്സലതരം ശാസ്ത്രം. വാത്സല്യത്തെ കൊടുക്കുന്നതാണ് ശാസ്ത്രം. കിഞ്ചിൻ നവേത്മി ജഗത് പ്രസിദ്ധേ. കിഞ്ചിൻ നവേത്മി. ഏത് അറിയാൻ പറ്റൂല, എല്ലാം അറിയാൻ പറ്റുന്നു. ജഗത് പ്രസിദ്ധമാണ്. അപ്പോൾ എല്ലാറ്റിനും അറിയാൻ പറ്റുന്ന ഒരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ സർവോപാധികളും ഒയ്യുന്നില്ല. അന്ന് പ്രാരബ്ധമായിട്ടുണ്ട്. ആ ജീവൻ മുക്കാരെല്ലാം അറിഞ്ഞുകൊണ്ട് ഉപദേശിച്ചായ ശാസ്ത്രങ്ങൾ നമ്മൾ അറിഞ്ഞു നമ്മളതിലേക്ക് വിവിചിതമായ വാക്പ്രയോഗത്തിൽ വേദപ്രമാണമായിരിക്കുന്ന ശബ്ദരാശിയെ വിശ്വസിക്കുക. അനാത്മ നിരൂപണം. അനാത്മാവെ നിരൂപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആത്മാവിനെ ദേഹേന്ദ്രിയ പ്രാണമനോഹമാദയ. ദേഹം, ഇന്ദ്രിയം, പ്രാണൻ, മനസ്സ് ഇതെല്ലാം സർവേ വികാര വിഷയ സുഖാദയ. ഇതെല്ലാം വികാര വിഷയ സുഖാദികൾ. ഈ സുഖാദികൾ ഇതെല്ലാം ആണ്. പഴം കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്ന സമയത്ത് സുഖം, കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനോടുള്ള ദുഃഖം. അപ്പോൾ അങ്ങനെയല്ല. അധികം കഴിച്ചു കഴിഞ്ഞാൽ വയറിളക്കം പിടിക്കുമോ, അധികം കഴിച്ചിട്ടെങ്കിൽ വയറ് വിശന്നിട്ട് ക്ഷീണാവോ, ഇതൊന്നും അവസ്ഥയില്ല. അശനാവിവാസ എല്ലാ സ്വർഗത്തിലാണ്. സ്വർഗത്തിലും നെഞ്ചിലാണ് ഈ ആത്മാവിന്റെ അറിവുകൊണ്ട് അവസ്ഥ. ദേഹേന്ദ്രിയ പ്രാണ അനാത്മനിരൂപണത്തിൽ ആത്മാവേദം മനസ്സിലാക്കാനുള്ള ദേഹേന്ദ്രിയ പ്രാണ മനോഹമാദയ. ഞാൻ ദേഹാണ്, ഞാൻ ഇന്ദ്രിയാണ്, ഞാൻ പ്രാണനാണ്, ഞാൻ മനസ്സാണ്. നിഷേധിക്കുന്ന സമയത്ത് നിഷേധിക്കുന്ന സമയത്ത് കിട്ടുന്നതാണ് പരമാത്മ. മനോഹമാദയ സർവേ വികാര വിഷയ സുഖാദയ. എല്ലാ വികാരങ്ങളും വിഷയങ്ങളും സുഖാദികളും എന്താണ്? അനിത്യാണ്, നിത്യമാണ്. ദേഹേന്ദ്രിയ പ്രാണ മനോഹമാദയ സർവേ വികാര വിഷയ സുഖാദയ. വിഷയസുഖാദികള് ദേഹം, ഇന്ദ്രിയം, പ്രാണം, അഹം എന്നുള്ളതെല്ലാമേ ഇതെന്താണ്? അനാത്മാവാണ്. വ്യോമാദി ഭൂതാന്യഖിലം ജവിശ്വം. ആകാശത്തില് എല്ലാ പ്രപഞ്ചവും, ആകാശ, വായു, വായുരഗ്നി, അഗ്നിരാവ, അഗ്നിത്രിപുരുഷമയ എന്ന് പറയുന്ന വ്യോമാദി ഭൂതാന്യ അഖിലം. ആകാശത്തിൽ നിന്ന് തേജോവായ ആകാശമായിരിക്കുന്ന ഭൂതങ്ങളിൽ നിന്ന് അണയത്വം മുഴുവനും വിശ്വം വിശ്വഭ അഖിലം ജ വിശ്വം. അണയത്ത് പ്രപഞ്ചം, അണയത്ത് പ്രകൃതി. അവ്യക്തപര്യന്തമിതം ജനാത്മാ. അവ്യക്തം വരേക്ക് ആത്മാവ്. അവ്യക്തം വരേക്കുള്ളത് അവ്യക്തം. അവ്യക്ത പുരുഷപ്പറ. പുരുഷ എന്ന് പറയുന്നത് പുരുഷന് മേലെ മതി. അവ്യക്തത്തിന് മേലായത് കൃഷ്ണ. സാകാശാപരാഗതിന് തരത്തിൽ പറഞ്ഞു പരമായ ഗതിയായിട്ടുണ്ട്. ഇതം ജനാത്മാ. ഈ പറഞ്ഞതാണ് അനാത്മം. ഇത് ദേഹം, ഇന്ദ്രിയം, പ്രാണൻ, മനസ്സ്,
ഞാൻ പോലുള്ളത്. സർവേ വികാരം, എല്ലാ വികാരങ്ങളും. നാല് പൈരാകുന്ന അതാണ് ഒരു പിതൃ ദേവത ശരീരത്തിന് അപ്രിയായാലും ശരി, ദേവതകളെ രൂപാന്തരത്തെ എടുത്താലും ശരി, വിഷയങ്ങൾ ഇതാണ്. ശരീരം കൊണ്ട് ചേഷ്ടേന്ദ്രിയാർത്ഥ ശരീരം, പ്രവൃത്തി ശരീരാദികൾ, വിഷയ സുഖാദയ. സുഖാദികൾ എന്താണ്? അനാത്മകമാണ്. ഈ ലൗകികമായ ശരീര ശരീര സുഖാദികൾ അനാത്മീകമാണ്. ആത്മസുഖം എന്നുള്ളതിന് അന്തോ അളവോ ഇല്ല. ഭയങ്കരമായ ഒരു വിശേഷ സുഖമാണ് ചൈത്രത്തിൽ പറയുന്നത്. ബൃഹദാരണ്യത്തിൽ പറയുന്നത് വ്യോമാതിഭൂതാന്യഖിലം ച വിശ്വം. വ്യോമം ആകാശം പോലെ ഭൂതങ്ങളും ശരി, സകല പ്രപഞ്ചവും ശരി, വിശ്വം അവ്യക്തപര്യന്തമിതം ജനാത്മാ. അവ്യക്തം വരേക്കുള്ളതായ കാണുന്നതും കേൾക്കുന്നതായിട്ടെല്ലാം ആത്മാവും ആത്മാവല്ല. മായാമയാ കാര്യ സർവം മായാമയാ കാര്യ സർവം മഹദാദി ദേഹപര്യന്തം. മായാമയാ കാര്യം, മായേനാൽ മയാ കാര്യം, ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചാൽ കാര്യമായിട്ടുള്ളത് മായയാണ്. ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്ന അനാത്മമാണ്. സർവം മഹദാദി ദേഹപര്യന്തം. മഹത്തില് ദേഹം വരെ, ഉപ്പ് തൊട്ട് കറുപ്പ് എന്ന് പറയുന്നത് ആ നഗാഗ്രേദ്യ. നഗാഗ്രത്തില് ആലോമ്പ്യാനാകാതെ രോമത്തിൽ നഗാഗ്രം വരെ. മായാമയാ കാര്യ സർവം മഹദാദി ദേഹപര്യന്തം. ഇത് മഹത്തായിട്ട് കാണുന്നു, ഉണ്ടാക്കപ്പെട്ടതായിട്ട് കാണുന്നു, തൃത്കരണമായിട്ട് കാണുന്നു, അല്ലെ പഞ്ചീകൃതമായിട്ട് കാണുന്നു. മായാമയാ കാര്യം സർവം മഹദാദി ദേഹപര്യന്തം. മഹത്തിൽ നിന്ന് ദേഹം വരേക്കും. അസദിതം അനാത്മതത്വം. ഇത് അസത്താണ്, ആത്മതത്വമല്ല. അനാത്മതത്വം വിദ്ധിത്വമാ മരുമരീചികാഫലം. ഇത് മനസ്സിലാക്കണം. ഇത് മരുഭൂമിയിൽ ജലമുണ്ട് തോന്നുന്ന പോലെ. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും മഴ പെയ്ത് ജലം ഉണ്ടാവായിരിക്കും, പക്ഷെ പല സമയത്തും അത് ജലമല്ല. അസദിത അനാത്മതത്വം. ഇല്ലാതാണ് ആത്മതത്വം അല്ല. ഇത് മായാ കാര്യമായിട്ടുള്ളത്. ഈ കാര്യം എന്ന് പറയുന്നത് ത്രികരണങ്ങൾ ഉണ്ടാക്കപ്പെട്ടതായതുകൊണ്ട് നശിക്കപ്പെടുന്നുണ്ട്. ஆனால் കാരണം എന്നുള്ളത് ഉണ്ടാക്കപ്പെടുന്നില്ല, നശിക്കുന്നില്ല. അസദിതമനാത്മതത്വം വിദ്ധിത്വം. ഈ കാണുന്നത് അസത്താണെന്ന് മനസ്സിലാക്കിപ്പോ പറയുന്നു. മരുമരീചിക കൽപ്പം. മരുമരീചിക കാനൽ നീര്. കാനൽ നീര് എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ വെള്ളമുണ്ടെന്ന് തോന്നിയത് പോലെ. അതുപോലെയാണ് ഈ കാണുന്ന വിഷയങ്ങൾ. ആടായാലും മാടായാലും ഭാര്യയായാലും പുത്രനായാലും ഏതും തന്നെ അസത്താണ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണ്. അസത്തേതെന്ന് പറയാൻ പാടില്ല, വ്യത്യാസത്തിൽ പറയാൻ പറ്റില്ല. എന്നാൽ അസത്തായിട്ടൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. സത്തേ ഉള്ളൂ, സദാത്മാവ ആത്മചൈതന്യമേ ഉള്ളൂ. ആത്മചൈതന്യം തോന്നിയാണ് ഇതെല്ലാം. അപ്പോൾ അസതായിട്ട് കാണപ്പെടുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമാണ്. കാര്യത്തിൽ കാരണമില്ലാണ്ട് കാര്യമില്ല. മണ്ണിന്റെ ഘടമുണ്ടെങ്കിലും മണ്ണുണ്ട്, സ്വർണത്തിന്റെ മോതിരം ഉണ്ടെങ്കിലും സ്വർണ്ണമുണ്ട്. അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കളവ് പറയുന്നതായി ചെയ്യുന്നു. മയാ കാര്യം സർവം മഹരിതി ദേഹപര്യന്തം. അസദിതേ മനാ ആത്മതത്വം. മനസ്സിനെ കൊണ്ട് ആത്മതത്വത്തെ വിദ്ധി. അപ്പൊ മനസ്സ് ബുദ്ധിതത്വത്തിലേക്ക്, ബുദ്ധിതത്വത്തിന്റെ ശുദ്ധതത്വത്തിലേക്ക്, ശുദ്ധതത്വത്തിന്റെ കീഴെയല്ല അവ്യക്തം. വിദ്ധിത്വം മരുമരീചികാ കൽപ്പം. മരുമരീചിക അതായത് ഗന്ധർവലോകം പോലെ, മരുമരീചിക ശശവിഷാണം പോലെ, മഴക്കൊമ്പ് പോലെ. ഇതിന് ആത്മനിരൂപണം പറയുന്നത്. അതേ സംപ്രവക്ഷ്യാമി സ്വരൂപം പരമാത്മന. ആത്മാവിന്റെ സ്വരൂപമാണ് പറയുന്നത്, പരമാത്മസ്വരൂപം. യദ്വിജ്ഞായ നരോ ബന്ധാ മുക്തഃ. ഏതറിഞ്ഞ മനുഷ്യനാണവൻ മുക്തനാവുന്നത്, ബന്ധമില്ലാണ്ടിരിക്കുന്നവൻ. കൈവല്യമസ്നുതേ കേവലം
ആത്മാനത്തിൻ്റെത് അടയുന്നു. അതേ സംപ്രവശ്യാമി പറയുന്നത്, പറയാൻ പോകുന്നത് സ്വരൂപം പരമാത്മന, പരമാത്മസ്വരൂപമാണ് പറയാൻ പോകുന്നത്. യദ്വിജ്ഞായ നരോ മുക്ത, യതറിഞ്ഞ നരൻ മുക്തനാവുന്നു. കൈവല്യമശ്നുതേ, കേവല ആത്മഭാവത്തെ അടയുന്നു. ആത്മാവിന് അസ്തി അസ്തി കശ്ചിത് സ്വയം നിത്യ അഹം പ്രത്യയ ലംബനഃ. അസ്തി കശ്ചിത് യഥാർത്ഥതാഭാവ യാഥാർത്ഥ്യം. ഇതെങ്ങനെയുണ്ടോ അതങ്ങനെ ഇതാണ് ആത്മ. ആത്മായപ്പം മാറ്റില്ല. യച്ചാസ്തി വിഷയാനി യച്ചാസ്തി സന്തതോഭാവ തസ്മാത് ആത്മേതി പിന്നീട് ആത്മേതി തീർച്ചയായും പാടാം. യച്ചാത്നോതി ഏത് അടയുന്നു, യച്ചാത്മ യഥാർത്ഥത്തെ ഏതെടുക്കുന്നു, യച്ചാസ്തി വിഷയാനി ഏത് വിഷയത്തെ നമ്മൾ അനുഭവിക്കുന്നു, യച്ചാസ്തി സന്തതോഭാവ ഏത് എപ്പോഴും ഉണ്ടോ, തസ്മാ ആത്മേതി പിന്നീട് അതേ ആത്മാന്ന് പറയുന്നു. ആത്മ എപ്പോഴും ഉണ്ട്. കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ആത്മ ഇല്ലാണ്ട് ഒരു കാര്യമില്ല. മഹാഭൂതങ്ങളിനെ അന്തര്യാമിയായിട്ട് ഭഗവാൻ പ്രവർത്തിക്കുന്നുണ്ട്. ആത്മാന്തര്യാമിയാണ്. പൃഥ്വിക്ക് അറിയാണ്ട് പൃഥ്വി ഉള്ളായിരുന്നു. പൃഥ്വി നിയമനം ചെയ്യപ്പെടുന്നുണ്ട്. പൃഥ്വി അതിനനുസരിച്ചുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുന്നതോ, പൃഥ്വി അതിലിരുന്ന് ജലങ്ങൾ മലയായിട്ട് വളരുന്നതോ, അത് പള്ളമായിട്ട് പോകുന്നതോ എല്ലാത്തിനും കാരണം ആ അന്തര്യാമിയുടെ നിയമമാണ്. അസ്തി സ്വയം നിത്യം, അത് ഉണ്ട്, സ്വയമായിട്ട് നിത്യമായിട്ടുണ്ട്. അഹം പ്രത്യയലംബനം, ഞാൻ എന്നല്ല പ്രതീതി ആശ്രയമായിട്ടുള്ളത്. അത് ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല, ശരീരമല്ല. അവസ്ഥാത്രയസാക്ഷി സന്ന് ജാഗ്രത സ്വപ്നം സുഷുപ്തിയിലുമാണ് ഒരേ പറഞ്ഞിട്ടുണ്ട്. ഉറക്കലാം എണീക്കണമെന്നാണ് അവനൊന്നല്ലതുകൊണ്ടാണ്. പഞ്ചകോശ വിലക്ഷണ, ഒരു 5 കോശം തൈത്തിര്യത്തിലാണ് പറഞ്ഞത്. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ആനന്ദമയ കോശത്തിൽ എടുക്കുന്ന ഏകകലയായി, ഏകകലയാണെന്നില്ല ബൃഹദാരണത്തിൽ പല രീതിയിൽ പറയുന്നുണ്ട്. ഒരു കലയായി കഴിഞ്ഞാൽ, അതായത് ഇന്നാമിനെ കുറിച്ച് അളവിലുണ്ടാക്കി ആ തീ വീണ്ടും കത്തിച്ച് പഴയ പോലെ ആക്കണം. പക്ഷെ ശമതമാദികളാൽ ശാന്തനായ ആത്മജ്ഞാനത്തെ പൂർണ്ണമായത്, ലോകത്തെ നിഷ്പ്രസരണം ചെയ്യുന്ന ലോകേച്ഛ ഇല്ലാതെ ആത്മേച്ഛ എന്നതും പോയി കഴിഞ്ഞിട്ടില്ലാതെ ഒരവസ്ഥയാണ്. സർവതന്ത്ര സ്വാതന്ത്ര്യമായിട്ടുള്ള അവസ്ഥയാണ്. ആത്മാവിന് സ്വാനുഭവവേദ്യമായിട്ടുള്ള അവസ്ഥയാണ്. അവസ്ഥാത്രയ സാക്ഷി തന്നെ ജാഗ്രത സ്വപ്നം സുഷുപ്തി അത് സാക്ഷിയായിട്ട് ആ ജാഗ്രത സ്വപ്നം സുഷുപ്തിയിൽ അറിവും സംബന്ധമില്ലാണ്. പക്ഷെ അതില്ലാണ്ട് ഈ സംബന്ധം വരൂല്ല. അത് വരുന്നതെല്ലാം കാര്യമാണ്. അപ്പോൾ വരാൻ കാരണമായിട്ടാണ് ആത്മാവാണ്. അത് എപ്പോഴും ആത്മാവായിട്ട് നിൽക്കുന്നത്. തെറ്റാ സന്തതോഭാവമാണ്. എല്ലാം സ്നേഹമുള്ള ഭാവമാണ്. അവസ്ഥാത്രയ സാക്ഷി തന്നെ 3 അവസ്ഥയിൽ അത് സാക്ഷിയായിട്ടുള്ളതുകൊണ്ട് അവസ്ഥാത്രയ സാക്ഷി സൻ പഞ്ചകോശ വിലക്ഷണ. അതാണ് പഞ്ചകോശം എന്നുള്ളത് അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. അന്നമയ കോശം മുതൽ അന്നത്തിന്റെ ഉള്ളിലാണ് പ്രാണമയ കോശം. പ്രാണമയ കോശമേ അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ. അന്നമയ, പ്രാണമയ, അന്നം പ്രാണമയനും അതിനുള്ളിൽ, മനോമയ അതിനുള്ളിൽ, വിജ്ഞാനമയ അതിനുള്ളിൽ, ആനന്ദമയനുണ്ട്. അതിനും കാരണമായിട്ട് ആനന്ദത്തിന് മേലൊന്നും കോശം പറയപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ആനന്ദം ഏകകോശമാണ്, വിജ്ഞാനം ഏകകോശമായി. ആനന്ദ വിചാരം ആനന്ദമയ അധികരണാദികളുണ്ട്. അത് വീണ്ടും സൂക്ഷ്മമായിട്ടുള്ള വിചാരങ്ങളുണ്ട്. അതിൽ ആനന്ദം മാത്രമാണ്. ആനന്ദം നൽകുന്ന കാര്യമില്ലാണ് കാരണാവസ്ഥ. അവസ്ഥാത്രയ സാക്ഷി തന്നെ പഞ്ചകോശ വിലക്ഷണ, 5 കോശത്തിൽ നിന്ന് വേർപെട്ടത് ആനന്ദേകമായിരുന്നു. അപ്പൊ ആനന്ദം എന്നുള്ളത് കോശരൂപത്തിലുണ്ടാവുന്ന സമയത്ത് അത് ത്രിവികൃതമായത്. അപ്പൊ അത്രിവികൃതമായതുമാണ് ത്രിവികരണത്തിൽ നിന്ന് മുക്തമായിട്ടുള്ള അവസ്ഥ. കേവല ആനന്ദം എന്നത് അതാണ് മോഷം. അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഒരു താമസന ഹനിക്കപ്പെടാതെ ഒരു വൈദികനുള്ളതായ ആനന്ദം. അത് സമാഹം മനുഷ്യാനന്ദത്തിന്, ദൈവാനന്ദത്തിന്,
അതല്ല ഇന്ദ്രാനന്ദത്തിനും ബൃഹസ്പതി ആനന്ദത്തിനും അസ്തി കശ്ചിത് സ്വയം നിത്യം അഹം പ്രത്യയലംബനഃ. ഞാൻ പ്രത്യയത്തെ ആശ്രയിച്ചുള്ളത് അവസ്ഥാത്രയസാക്ഷി തന്നെ. അവസ്ഥ 3 സാക്ഷിയാറ്റത് പഞ്ചകോശ വിലക്ഷണ 5 കോശത്വം വിലക്ഷണമായിട്ടുള്ളത്. യോ വിജാനാതി സകലം ജാഗ്രസ്വപ്ന സുഷുപ്തിഷു. യോ വിജാനാതി സകലം ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു. ജാഗ്രത സ്വപ്നത്തിലും സുഷുപ്തിയിലും ആര് മനസ്സിലാക്കുന്നോ അത് മഹാൻ തന്നെയാണ്. 3 മനസ്സിലാക്കാനുള്ള അവസ്ഥ നല്ലത്. അപൂർവം യുക്തനൊക്കെ ഇഞ്ചാനോ ഉണ്ടാവും. യുക്തനെ തീർച്ചയായിട്ടുണ്ടോ ഇഞ്ചാൻ അന്നം ചെയ്ത് അറിയാൻ പറ്റും. ബുദ്ധി സദ്വൃത്തി സദ്ഭാവ. ബുദ്ധിയിൽ വർത്തിക്കുന്നത് സദായുള്ള ഭാവമാണ്. അഹമേത്യയം ഞാൻ എന്നുള്ളതാണ്. ഇതാണ് ഞാൻ. ബുദ്ധിവൃത്തി സദ്ഭാവ. ബുദ്ധിയിൽ വർത്തിക്കുന്നത് സദാ വർത്തിക്കുന്നത് ഭാവാണത്. എപ്പോഴുള്ളതാണ്. അഹമേത്യയം. അയം നിന്ന് നിർദ്ദേശിക്കാൻ പറ്റും. ഞാൻ തന്നെയാണെന്ന് നിർദ്ദേശിക്കാൻ പറ്റും. യോ വിജാനാതി സകലം. മുഴുവൻ ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു. ജാഗ്രത അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും സുഷുപ്തി അവസ്ഥയിലും ബുദ്ധിവൃത്തി സദ്ഭാവ. ബുദ്ധിയിൽ വർത്തിക്കുന്ന സദാഭാവമാണ്. അഹമേത്യയം. ഞാനാണ്, ഇവനാണ് ഞാൻ. കാരണമാണ് ആത്മാവാണ് ഞാൻ. പശ്യതി സ്വയം സർവം. ആര് കാണുന്നു മുഴുവൻ. എന്ന പശ്യതി കഷ്ടന. ആര് കാണുന്നില്ലയോ ഏതും. യതി ബുദ്ധ്യാദി. ഏത് ബുദ്ധിയാദി ഇന്ദ്രിയങ്ങളെ പ്രവർത്തിക്കുമ്പോൾ ചെയ്യുന്നതോ നദ്യം ചേതയത്യയം. നദ്യം ചേതയത്യയം. ആണത് ഛേദം ചെയ്യുന്നുണ്ടോ? ഛേദം ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? അതിന് അർത്ഥകാമനാണ്. അതിന് ആശാഫലാദികൾ ആവശ്യമില്ല. യത് പശ്യതി സ്വയം സർവം. ആര് കാണുന്നോ സ്വയമായിട്ട് എല്ലാത്തെയും. എന്ന പശ്യതി കഷ്ടന. ആണോ ഒരു മനുഷ്യനും അത് കാണുന്നില്ല. തേജസാം ജ്യോതിഷാം ജ്യോതി. ജ്യോതിഷക്കും ജ്യോതിഷായതുകൊണ്ട് എല്ലാ ഇന്ദ്രിയ നിങ്ങളാൽ അറിയപ്പെടുന്ന ജ്യോതിഷനും അത് കാരണമായതുകൊണ്ട് ഈ ജ്യോതിഷുകൾക്ക് അത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട്. യത് പശ്യതി സ്വയം സർവം എന്ന പശ്യതി കർശന. ഇത് കാണുന്നില്ലേ ഒരാൾ. യതി ബുദ്ധ്യാദി. ഏത് ബുദ്ധിയാദികളെ ഛേദനം ചെയ്യുന്നുവോ ബുദ്ധിയാദികളെ പ്രവർത്തിക്കുമ്പോൾ ചെയ്യുന്നു. മതം ഛേദയത്യയം. അത് ഛേദനപ്പെടുത്തുന്നില്ല. അതിനുശേഷം പിന്നീട്